ഈ മീൻ ഞങ്ങൾ ചുട്ടിട്ട് ഇത് ചമ്മന്തി വെക്കും അല്ല ഉണ്ട് ചമ്മ കാന്താരി കൂട്ടിട്ട് ചമ്മന്തി ആക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ചുട്ടിട്ട് വരാം. അടുപ്പിൽ ലൈറ്റ് ഇല്ലാത്തോണ്ട് നമുക്ക് അതെ ചിരിച്ചിട്ട് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ചൂടുവെള്ളം. മീൻ ചമ്മന്തി ഇപ്പം ആ കണക്ക് പണ്ടത്തെ നമ്മുടെ പൈച്ചമ്പുളി ഒരലിൽ കുത്തിയിട്ട് കറി വെക്കേണ്ടത് കാണിക്കരുത്. പൈച്ചമ്പുളി ഇപ്പൊ ഇവിടെ കിട്ടുകയില്ല, ദൂരം പോണം പൈച്ചമ്പുളിക്ക്. പിന്നെ എങ്ങനെ കറി വെക്കും? പൈച്ചത്തമ്പുളി ഉപ്പ് വേണ്ടായിരിക്കും. ഇത് കാന്താരി മുളകാന്ന് ഞങ്ങൾ അരക്കല്. ഇത് ഇപ്പൊ ചീനിച്ചാട്ട് പണ്ടെല്ലാം ഞങ്ങൾക്ക് മങ്ങണാന്ന്, പിന്നെ മണ്ണിന്റെ മങ്ങണ ഉണ്ടാവും. അതിൽ ഞങ്ങൾ മീൻ ചുട്ടിച്ച് പിന്നെ തേങ്ങ ഒന്നും ഉണ്ടാവില്ല, ഇങ്ങനെ തന്നെ ചമ്മന്തി ആക്കിയിട്ട് കഞ്ഞിക്കലം കൂട്ടും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വൈച്ചത്തമ്പുളിയെല്ലാം കൊണ്ടുവന്നിട്ട് കാട്ടിലെ വൈച്ചത്തമ്പുളിയെല്ലാം കൊണ്ടുവന്ന് അരിയുടെ പൊടിയെല്ലാം എടുത്തിട്ട് ഒരലിൽ കുത്തിച്ച് അതിൽ ഞങ്ങൾ കറി വെക്കും. ആ കറിയും മീനിൻ്റെ ചമ്മന്തിയെല്ലാം കൂട്ടി ഞങ്ങൾ കഞ്ഞി കുടിക്കും. പണ്ടെല്ലാം അങ്ങനെയാണ് ഞങ്ങൾ കഞ്ഞി കുടിക്കല്. പിന്നെ ഇപ്പോൾ മങ്ങണമെന്ന് ആരും മേണിക്കലില്ല മണ്ണിൻ്റെ പാത്രമൊന്നും. ഇപ്പോൾ പറ്റ അലുമിനി പാത്രമല്ല, അതുകൊണ്ട് ഇപ്പം ഇങ്ങനത്തെ പാത്രത്തിൽ ഞങ്ങൾ ചമ്മന്തി ഇറക്കല്. ഇനി അടുത്തെന്ത് ഇടുന്ന? ഇനി അടുത്തത് എല്ലാം ഒന്നിച്ച് കൂട്ടിയിട്ട് പുളിയും മുളകും അല്ല മീനും എല്ലാം കൂട്ടിയിട്ട് തേങ്ങയും മഞ്ഞളും പുളിയെല്ലാം കൂട്ടിയിട്ട് അരച്ച് പൊടിയാക്കണം. പിന്നെ നല്ല പാങ്ങുണ്ടാവും ചമ്മന്തി ഇങ്ങനെ ഇറക്കുമ്പോൾ. ഇട്ട് വെച്ച മീന് തല വേണ്ട, അതിലിപ്പോൾ ഇതിലിട്ടില് എൻ്റെ ചമ്മന്തി ആക്കി കൊണ്ടുപോയിട്ട് തിന്നു. ഇതിൽ ഇങ്ങനെ തിന്നും കഴിയാം. ഇത് കുരുണ്ട ഈ തലേ ഇത് കല്ലുണ്ടാകെ. അതെ ചമ്മന്തിയെല്ലാം കൂട്ടിട്ട് വേഗം കഞ്ഞി ഇങ്ങനെ കുടിച്ച് പോയി. ഇനിയിപ്പോൾ എന്ത് പറയണ്ടേ? ഇനി ഒന്നും പറയാനില്ല. ഈ ചമ്മന്തി കൂട്ടാൻ കഞ്ഞി കുടിക്കാം, പിന്നെ ലാവിഷാവുക. ഇപ്പൊ കല്ലൊന്നുമില്ല പണ്ട്. ഇപ്പൊ കല്ലല്ലത് കൊണ്ട് അതിൽ കുനിക്കും മീൻ കൂട്ടിട്ട് അല്ലെങ്കിൽ മിക്സിയിൽ പൊടിക്കും. ഇപ്പൊ അങ്ങനത്തെ അത് പണ്ടല്ല ഞങ്ങൾക്ക് വരല്. പിന്നെ ചമ്മന്തി ഇറക്കുന്നുണ്ടായാലും മങ്ങണം മണ്ണിന്റെ പാത്രം. ഇപ്പൊ മണ്ണിന്റെ പാത്രം ഒന്നും ആരും മേടിക്കില്ല, ഇപ്പൊ അലുമിനി പാത്രം മാത്രം. ദോശ ചുടുന്നതെല്ലാം ഓടിൻ്റെ കഷ്ണം ഉണ്ടാവും മണ്ണിൻ്റെ. ആ ഓടിൻ്റെ കഷ്ണത്തിൽ അപ്പം ചുട്ടിട്ട് തിന്നും. അതായിരിക്കും നല്ലൊരു കൊതിയാണ്. ഇപ്പം ഈ ഉണക്കുമീൻ കുറവ് ഞാൻ തിന്നുന്നത്. ബീപ്പിൻ്റെ ഉണ്ടല്ലേ, ഭർത്താവിൻ്റെ ഗുളിക കഴിക്കുന്നതുകൊണ്ട് ഇനി ഉപ്പും ഉണ്ടാവും. ഞാൻ തിന്നലില്ല. അത് കഞ്ഞിക്കൂട്ടിയല്ലോ എന്ത് പാങ്ങുണ്ടോ? നല്ലൊരു കാന്താരി ഉണ്ടച്ചക്ക് BP ആയതുകൊണ്ട് ഇത് കഴിക്കാൻ പറ്റുന്നില്ല. ഉപ്പല്ലേ ഇതിന്, ഉണക്കമീനായതുകൊണ്ട്. എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാണെങ്കിൽ. മാള് പിള്ളേർ പിന്നെ തിന്നല്. എനിക്കിപ്പോ വെള്ളം പോകണം. ഞായറാഴ്ച സൂപ്പർ ഉണ്ടാ ഇല്ലേ? എന്താണ് തിന്നണത്? ആട്ടോ നിൽക്കുക തരാം. അടിപൊളിയാട്ടാ. ഒന്നും കൂടെ തിന്നാ
എടുത്തോളി. അപ്പോൾ ഇതുപോലെ മീൻ ചുട്ടിട്ട് ചമ്മന്തിയാക്കി കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.